മനോജ് അളിയൻ എന്ത് പറയുന്നു? ദിയമോളുടെ ഐഡിയ കൊള്ളാം. യാത്ര ഏതവസ്ഥയിലും നല്ലതാണല്ലോ അല്ലേ? അത് പിന്നെ യാത്ര പോകുന്നതിന് വേണമല്ലോ അതിനുള്ള മൂടൊക്കെ. ഞാൻ വരുന്നില്ല. അച്ഛമ്മ ഇവിടെ ഇങ്ങനെ തളർന്നു കിടക്കുകയും വർഷം ഇങ്ങനെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന സമയത്ത് വിനോദയാത്രയ്ക്കൊന്നും ഞാനില്ല. എന്നാ പിന്നെ ഹരിതയിലെ ഞാനുമില്ല. ഇവിടെ ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നത് കുഞ്ഞ് നഷ്ടപ്പെട്ട് തളർന്നിരിക്കുന്ന വർഷയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനല്ലേ? ഈ അവസ്ഥയിലൂടെ ഹരിതയും കടന്നുപോയതല്ലേ? അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വർഷയ്ക്ക് വേണ്ടി ഒരു യാത്ര പോവാം. ആരും എതിർപ്പ് പറയരുത്. ചെലവെല്ലാം എന്റെ വക. മുത്തശ്ശിയെ നോക്കാനുള്ള ഏർപ്പാട് നമുക്ക് ചെയ്യാം. യാത്ര പോകുന്നത് വർഷയുടെ മനസ്സിനൊരു ചേഞ്ച് ഉണ്ടാകും എന്നുള്ള കാര്യം ഞാനിപ്പോഴും ഓർത്തത്. ആ യാത്രയ്ക്ക് മൂത്ത സഹോദരൻ എന്ന നിലയ്ക്ക് ഞാനും ഉണ്ടാവേണ്ടതല്ലേ? അപ്പൊ ഞാൻ വരും. പഴയ വർഷയെ തിരിച്ചു കൊണ്ടുവരാനുള്ള യാത്രയ്ക്കാണെങ്കിൽ ഞാനും വരും. സ്വന്തം പോക്കറ്റ് ചോരുന്നില്ലെങ്കിൽ പ്രകാശേട്ടൻ എന്തിനാ റെഡിയാന്ന് പറന്നു പോകുന്ന കാക്കയ്ക്ക് വരെ അറിയാം. നിർത്തറ. ഛേദമില്ലാത്ത ഉപകാരമാണെങ്കിലേ പ്രകാശം മാത്രം എതിര് നിൽക്കണ്ടല്ലോ എന്ന് കരുതിട്ടാ. അല്ല, നമ്മൾ എങ്ങോട്ടാ യാത്ര പോകുന്നത്? അളിയ, ഊട്ടിലിപ്പോ തണുപ്പ് കൂടുതലാ. ഓ, ഇവിടെ ഒരാളിപ്പോ രാവിലെ ഊട്ടിന്ന് വന്ന് ഇറങ്ങിയല്ലേ ഉള്ളൂ. പോകുന്ന സ്ഥലം നമ്മൾ എല്ലാവരും റെഡിയാണെങ്കിൽ തീരുമാനിക്കാം. എല്ലാവരുടെ അഭിപ്രായം മാനിച്ച് ഒരു സ്ഥലം ഫിക്സ് ചെയ്യാം. അച്ഛമ്മയും ഉച്ചക്കാക്കിയിട്ട് അങ്ങനെ എല്ലാരും കൂടി പോയാൽ ശരിയാവില്ല. എന്ത് മതവേട്ടൊരസ്വസ്ഥത പോലെ. വിഷമങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ യാത്രക്ക് ഇറങ്ങിയത്. ആലോചിക്കുമ്പോ ഒരു വിഷമം. വടിയും കുത്തിപ്പിടിച്ച് മാധവ എന്ന് വാത്സല്യത്തോടെ വിളിച്ചു നടക്കുന്ന, ശാസിച്ച് ഉപദേശിച്ച് നടക്കുന്ന അമ്മയെ എനിക്കിനി തിരിച്ചു കിട്ടുമോ ചന്ദ്രു? അമ്മയെ അവിടെ ഒറ്റക്കാക്കിയിട്ടുള്ള യാത്ര ഞാൻ വേണ്ടെന്ന് വെച്ചതല്ലേ? അപ്പോ എല്ലാവർക്കും ഞാൻ കൂടിയേ തീരൂ. എല്ലാവരും കൂടെ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ. മാധവേട്ട, അമ്മ അവിടെ ഒറ്റയ്ക്കല്ലല്ലോ, വിനു ഉണ്ടല്ലോ കൂടെ. മാധവേട്ട നോക്കുന്നത് പോലെ വിനു അമ്മയെ നോക്കിക്കോളും. അറിയാം, വിനു ഞാൻ നോക്കുന്നത് പോലെയല്ല, അതിനേക്കാളും നന്നായി അമ്മയെ നോക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ പെട്ടെന്നൊരാവശ്യം വന്ന. മാധവേട്ട, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? നമുക്ക് സമാധാനമായിട്ട് പോയിട്ട് വരാം. സ്വന്തം മക്കൾക്കില്ലാത്തതിനേക്കാൾ കൂറും നന്ദിയൊക്കെ വിനുവേട്ടനുണ്ടെന്ന് അച്ഛൻ അറിയില്ലേ? അച്ഛമ്മയുടെ ദേഹത്ത് ഒരു ഉറുമ്പിഴഞ്ഞ് കയറാൻ പോലും വിനുവേട്ടൻ അനുവദിക്കില്ല. അച്ഛമ്മയെ വിനുവിന്റെ തലയിൽ കെട്ടിവെച്ചിട്ട് എല്ലാവരും വിനോദയാത്ര അടിച്ചു പൊളിക്കുക. ഹരിതയുടെയും മനോജിന്റെയും ഭാഗ്യം. അതൊരു വല്ലാത്തൊരു ഭാഗ്യമായി പോയി. അതെന്താ ഹരിതയ്ക്ക് മനോജനും മാത്രം പ്രത്യേകിച്ചൊരു ഭാഗ്യം? സുത്രേ,
വർഷയെ പോലെ ഹരിതയ്ക്കും വയറ്റിൽ വെച്ച് കുഞ്ഞിന് ഇല്ലാതായി പോയതല്ലേ? എന്നിട്ട് ഹരിതയെ സന്തോഷിപ്പിക്കാൻ നമ്മളൊരു വിനോദയാത്ര സംഘടിപ്പിച്ചോ? ഇല്ലല്ലോ. ആ പക്ഷേ ഈ യാത്രയുടെ ചെലവെല്ലാം വർഷയുടെ ഭർത്താവ് വിക്രം ഏറ്റെടുത്തപ്പോ മനോജിനും ഹരിതയ്ക്കും ഒരു വിനോദയാത്ര തരപ്പെട്ടില്ലേ? അതും ഓസിന്. അതൊരു ഭാഗ്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇലനക്കിപ്പട്ടിയുടെ ചെറുനക്കിപ്പട്ടി. ഇതൊരു തരം മാനസിക പ്രശ്ന. സാഡിസ്റ്റ്. പ്രകാശേട്ടാ, 6 പിശുക്കനായ നിങ്ങളെ കുടുംബത്തോടൊപ്പം യാത്ര പുറപ്പെട്ടത് സ്വന്തം പോക്കറ്റിൽ നിന്ന് 10 പൈസ പോലും ഇറങ്ങില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ? അതിന്റെ പേര് ഓസ് എന്നല്ലാതെ പാസ് എന്നാണോ? നാണം കെട്ടവൻ. ഇപ്പൊ സമാധാനായല്ലോ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? സ്വയം ചോദിച്ചു വാങ്ങിക്കോളൂ. ഒന്നടങ്ങടി. പ്രകാശ് പറയുന്നത് സത്യങ്ങളാ. അവന്റെ ഭാര്യ ഹരിതയ്ക്ക് കൊച്ചു നഷ്ടപ്പെട്ടപ്പോ അവന്റെ ഭാര്യയെ സമാധാനിപ്പിക്കാൻ ഇങ്ങനൊരു യാത്രയ്ക്ക് പോകാൻ അവന് ഗതിയുണ്ടായിരുന്നോ? ഇല്ലല്ലോ. ഗതിയില്ലാത്തവൻ വെറുതെ കിടന്ന് നാക്കിട്ടടിക്കുന്നതിലേ ഒരു കാര്യമില്ല. മനസ്സിലായോടാ? ഓസ് എന്ന് പറഞ്ഞപ്പോ അവനങ്ങോട്ട് നൊന്തു. മറ്റുള്ളവരുടെ പണം തട്ടിയെടുത്ത് വഞ്ചിച്ച് മാത്രം ശീലമുള്ളവന് ഓസ് എന്ന് പറഞ്ഞപ്പോ അവന് കുറച്ചിലായി പോയി. ഇതൊരു ടൂറാ. ഈ സമയത്തെങ്കിലും ഒന്ന് അടങ്ങ്. മതി. വീട്ടിലെ പ്രശ്നങ്ങൾ റോഡിൽ വേണ്ട. വർഷയുടെ സങ്കടം മാറ്റാൻ എല്ലാവരും കൂടി പോകുന്ന ഒരു ടൂറായത്. അതെല്ലാവർക്കും ഓർമ്മ വേണം.